ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി കൊണ്ടാടുകയാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് 2025 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് വേദിയാകുന്നത്, ആതിഥേയത്വം വഹിക്കുന്നത്. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഏറെ ഉപയോഗിക്കേണ്ടി വരുന്ന പ്ലാസ്റ്റിക് മനുഷ്യന് തന്നെ വലിയ അപകടമായി വരുന്നതിനെ എങ്ങനെ ചെലുത്താം, അതിനെതിരെ ആ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ എങ്ങനെ പോരാടാമെന്നതാണ് ലോക ജനത 2025 പരിസ്ഥിതി ദിന ആഘോഷത്തിലൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ വിശ്വാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ തണലിടങ്ങളിലും അതുപോലെ തന്നെ പൊതുവഴികളിലും ജലാശയങ്ങളിലൊന്നും വിസർജിക്കരുതെന്ന് പറയുന്നുണ്ട്. അക്കാലത്ത് കണ്ടേക്കാവുന്ന ഏറ്റവും വലിയ മാലിന്യമായി കണക്കാക്കുന്ന വിസർജ്യം അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെ എങ്ങനെ ചെലുത്താം, അതുകൊണ്ടുണ്ടാകുന്ന മാലിന്യത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ മറ്റൊരു മാർഗ്ഗമാണ് പുനരുപയോഗം എന്ന് പറയുന്നത്. നമുക്കൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ആട് ചത്ത് കിടക്കുന്നത് കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ഊറക്കിട്ടുകൊണ്ട് ഉപയോഗിച്ചുകൂടെ, ഇങ്ങനെ വേസ്റ്റാക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു വസ്തു വേസ്റ്റായി മാറുന്നതിൽ നിന്ന് എങ്ങനെ നമുക്കതിന് പുനരുപയോഗം ചെയ്യാമെന്നത് കൃത്യമായി ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏത് പരിസ്ഥിതി ദിനം വരുമ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും നമ്മുടെ മലിനീകരണങ്ങളെ തൊട്ട് ഇല്ലായ്മ ചെയ്തിരിക്കും ഏറ്റവും വലിയ മാതൃക വിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തന്നെയുണ്ട്.